പാലക്കാട് പട്ടാമ്പി പള്ളിപ്പുറത്ത് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. മംഗലാപുരത്ത് നിന്ന് പാലക്കാടേക്ക് വരികയായിരുന്ന ഗുഡ്സ് ട്രെയിനാണ് പാളം തെറ്റിയത്. ഇതേ തുടർന്ന് 4 ട്രെയിനുകൾ പിടിച്ചിട്ടു. സർവീസുകളുടൻ പുനരാരംഭിക്കും. സാജിദ് അശുബൽ ചേരുന്നുണ്ട്. സാജിദ, എന്ത് കാരണത്തിലാണ് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയത്? എന്തെങ്കിലും അട്ടിമറി സംശയങ്ങളുണ്ടോ? സർവീസുകൾ വൈകുകയാണോ? സച്ചിൻ, അങ്ങനെ അട്ടിമറിയൊന്നും തന്നെ റെയിൽവേ സംശയിക്കുന്നില്ല. ഈ ഗുഡ്സ് ട്രെയിന് പട്ടാമ്പിക്കടുത്ത് പള്ളിപ്പുറത്ത് വെച്ച് പാളം തെറ്റുകയായിരുന്നു. മംഗലാപുരത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് വരുന്ന ട്രെയിനാണ് പാളം തെറ്റിയത്. നിലവിൽ എന്തായാലും ഈ ട്രെയിൻ ഈ പാളത്തിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് 5 ട്രാക്കുകൾ പള്ളിപ്പുറത്തുണ്ട്, അതിൽ ഒരു ട്രാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. എന്നാൽ ചില പാസഞ്ചർ ട്രെയിനുകൾക്ക് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഗുഡ്സ് ട്രെയിനിന്റെ പാളം തെറ്റലിനെ തുടർന്ന്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് നിന്ന് പാലക്കാട് പാസഞ്ചർ ഷൊർണൂർ വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പാലക്കാട്ടേക്ക് ട്രെയിൻ വരില്ല എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട കാരണം ഈ സമയം ഈ കൂടുതൽ വൈകിയത് കൊണ്ടാണ് ഇത്തരം ഒരു ക്രമീകരണം. പിന്നീട് ഷൊർണൂരിൽ നിന്നും പാലക്കാട്ടേക്ക്, ഇത് കൂടാതെ പാലക്കാട് നിന്ന് ഈ കണ്ണൂരേക്ക് പുറപ്പെടേണ്ട ട്രെയിൻ പാലക്കാട് നിന്ന് ഉണ്ടായിരിക്കില്ല. പകരം ഷൊർണൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തും. അത് 3 മണിക്കാണ് ഈ സർവീസ് നടത്തുക. 1:50 പുറപ്പെടേണ്ട ട്രെയിനായിരുന്നു. ആ ട്രെയിൻ പാലക്കാട് നിന്ന് പുറപ്പെടുന്നതിന് പകരം ഷൊർണൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്നതാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ട്രെയിൻ ഗതാഗതം ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. 2 പാസഞ്ചർ ട്രെയിനുകളുടെ സമയത്തിൽ, അത് പുറപ്പെടുന്ന സമയത്തിലും എത്തിച്ചേരേണ്ട സമയത്തിലും ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.